പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്തകൾ ആ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ 100 ആളുകളുടെ പുസ്തകം വായിക്കുമ്പോൾ 100 ആളുകളുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് സംശീകരിക്കാൻ പറ്റുകയാണ്. അതെ. അപ്പോൾ അവരുടെ ചിന്തകളും നമ്മുടെ ചിന്തകളും എല്ലാം കൂടി കലർന്ന് നമുക്ക് സ്വന്തമായി ഒരു കാഴ്ച ഉണ്ടാവാൻ ഈ പുസ്തകങ്ങൾ സഹായിക്കുന്നില്ലേ? ഒരു സൃഷ്ടിയും ഉണ്ടാക്കാം. അത് കോപ്പിയടിക്കാതെ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അതിലേത് ശരി, നമ്മളേത് പക്ഷം എന്ന് നോക്കിയിട്ട് നമ്മളുടേതായിട്ടൊരു സൃഷ്ടി വരെ അതിൽ നിന്നുണ്ടാക്കാം. അങ്ങനെയാണ് മുമ്പുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ഇന്നതിൽ നിന്നുള്ള പ്രചോദനം എന്നൊക്കെ പറഞ്ഞു. അതെ. ഇന്നിപ്പോൾ എല്ലാം പോയിട്ട് ഈ പറഞ്ഞ പോലെ സെക്സിലും പിന്നെ ഇതിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് സമൂഹത്തിനെ ഒരു വെറും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വായന കൂടെ പുസ്തകം കൂടെ താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ് പിന്നെ വരുന്നത്. എന്ത് പാടില്ല, എന്ത് ആകാം, അത് എങ്ങനെയാകണം, ഇതൊക്കെ നമ്മൾ വായിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. എഴുത്തുകാരൻ്റെ പ്രത്യേക ചില കുറിപ്പുകൾ നമ്മളെ പഠിപ്പിക്കും. ഞാൻ വായിക്കുമ്പോഴല്ല ഞാൻ അതിൻ്റെ കൊട്ടേഷൻസ് എഴുതിയ ബുക്കിനകത്ത് സൂക്ഷിക്കാറുണ്ട്. എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ആ കൊട്ടേഷൻസ് മാത്രം വായിക്കാറുണ്ട്. അങ്ങനെ ചെയ്യും. എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഈ സിനിമയിൽ വരാതെ ആയപ്പോഴേ ഒരു 2 കൊല്ലം കൊണ്ട് ഈ അസുഖം വന്നതിന് ശേഷം ഞാനിങ്ങനെ കൂടുതൽ വായിക്കുന്നുണ്ട്.